ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ, അതായത് ലക്ഷ്മി സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ്. അപ്പോൾ ലക്ഷ്മി സാന്നിധ്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുകയുള്ളൂ. അതായത് സർവ്വ ഐശ്വര്യത്തിൻ്റെയും ദേവതയാണ് ലക്ഷ്മി ദേവി എന്ന് പറയുന്നത്. ലക്ഷ്മി ദേവി എല്ലാവരുടെയും വീടുകളിൽ വസിക്കണമെന്നില്ല. അതായത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ലക്ഷ്മി സാന്നിധ്യം, അതായത് ദേവിയുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ ദേവിയുടെ സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നതാണ്. ദേവിയുടെ അനുഗ്രഹത്താൽ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും വന്ന് ചേരുന്നതുമായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിർത്തലാക്കിയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ നോക്കുക. അതായത് നമ്മൾ വീട്ടിൽ രാവിലെയും വൈകിട്ടും നന്നായിട്ട് തൂത്തുവാരി തുളസി വെള്ളമൊക്കെ തളിച്ചിട്ട് വിളക്ക് കത്തിക്കാൻ ശ്രദ്ധിക്കുക. ഒക്കുമെങ്കിൽ എന്നും കഴിവതും വിളക്ക് തേച്ച് തന്നെ വിളക്ക് കത്തിക്കാൻ ശ്രദ്ധിക്കുക. രാവിലെ പറ്റാത്തൊരു വൈകുന്നേരങ്ങളിൽ കത്തിച്ചാലും മതി, അത് കുഴപ്പമില്ല. പക്ഷേ മസ്റ്റ് ഒരു നേരമെങ്കിലും വിളക്ക് കത്തിച്ചിരിക്കണം. അത് നല്ല നീറ്റായിരിക്കണം. വീടിൻ്റെ നീറ്റ്നെസ്സാണ് അവിടെ പ്രധാനം. അതുപോലെ തന്നെ നമ്മൾ ഈ പീരീഡ്സ് ടൈമിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സുകളും ബെഡ്ഷീറ്റ്സ് അതെല്ലാം നമ്മൾ ഒരു 4 days കഴിയുമ്പോൾ തന്നെ അതെല്ലാം ക്ലീനാക്കിയിരിക്കണം. ക്ലീനാക്കി അതിന് ശേഷം തുളസി വെള്ളമൊക്കെ കുടഞ്ഞതിന് ശേഷം വേണം ഒരു 7 or 8 days കഴിഞ്ഞതിന് ശേഷം വേണം നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാൻ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അന്ന് യൂസ് ചെയ്ത എല്ലാ ഡ്രസ്സും നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ ടച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സായാലും എല്ലാം, അതായത് അതിലെല്ലാം അശുദ്ധി പോകാൻ വേണ്ടിയാണ് നമ്മൾ ഒന്നുകിൽ തുളസി വെള്ളം തളിക്കുക, അതല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഉപ്പെടുത്തിട്ട് അത് തളിച്ചാലും മതിയാകും. അങ്ങനെ അതെന്താണെന്ന് വെച്ചാൽ അതിൽ തുളസി വെള്ളമോ ഉപ്പുവെള്ളമോ അല്ലെങ്കിൽ കർപ്പൂരം അലിയിപ്പിച്ചിട്ട് ആ കർപ്പൂരത്തിൻ്റെ ജലമോ അങ്ങനെ നമുക്ക് വീട്ടിൽ തളിക്കുന്നതിലൂടെ അശുദ്ധി പോയിട്ട് ലക്ഷ്മി സാന്നിധ്യം വീട്ടിൽ വരാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് കഴിവതും ഫുഡ് കഴിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. സന്ധ്യയ്ക്ക് കഴിവതും ഉറങ്ങരുത്. അതായത് ഉറങ്ങുന്നിടത്ത് മൂഷേട്ട എന്ന് പറയുന്ന ചേഷ്ടാദേവി വരുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം അവിടെ കുറയുന്നതുമായിരിക്കും. അങ്ങനെയുള്ള വീടുകളിൽ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കാതെ തന്നെ ആക്സിഡൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീട് തുടയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പും അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തതിന് ശേഷം കഴിവതും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ചെയ്യാൻ നോക്കുക. അത് വെച്ചിട്ട് ആ വെള്ളത്തിൽ തുടച്ചെടുക്കുക. അത് അന്നേരം നമ്മുടെ വീട്ടിലെ നെഗറ്റീവ്സ് എല്ലാം പോയി നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയും കിട്ടുന്നതായിരിക്കും. അതുപോലെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും സാന്നിധ്യവും ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ തുടയ്ക്കാൻ ശ്രദ്ധിക്കുക. ഓക്കുമെങ്കിൽ നാരങ്ങാനീരും അതിൽ കലർത്താവുന്നതാണ്, അതും ബെറ്ററായിരിക്കും. പിന്നെ കറക്റ്റ് സമയത്ത് തന്നെ വിളക്ക് കത്തിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ധനത്തിൻ്റെ ദേവതയാണല്ലോ ലക്ഷ്മി ദേവി എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കുമെങ്കിൽ ഒരു ഗ്ലാസ് ജാറിനകത്ത് ഒരു നാരങ്ങയിട്ട് നമ്മുടെ വടക്ക് വശത്തായിട്ട് വെച്ചിരുന്നാൽ അതും വീട്ടിൽ ഐശ്വര്യങ്ങൾ കൊണ്ടുതരുന്നതായിരിക്കും. അതുപോലെ ലക്ഷ്മി ദേവിക്ക് വിളക്ക് വെച്ചതിന് ശേഷം ഓം മഹാലക്ഷ്മി നമോ നമ, വിഷ്ണുപ്രിയായേ നമോ നമ, ധൻപ്രദായേ നമോ നമ, വിശ്വജനന്യേ നമോ നമ എന്ന മന്ത്രവും കൂടെ ജപിക്കുക. അത് ഒക്കുമെങ്കിൽ ഒരു 21 പ്രാവശ്യം ഒരു ദിവസം ജപിക്കാൻ ശ്രദ്ധിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾ എത്ര ദാരിദ്ര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ധനവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ രോഗദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷ പ്രാപിക്കുന്നതാണ്. അതുപോലെ എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും എല്ലാം നമുക്ക് ദേവിയുടെ അനുഗ്രഹത്താൽ വന്ന് ചേരുന്നതായിരിക്കും. ദേവിയെ അതുപോലെ തന്നെ ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.